ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ടൂറിസം മേഖലയിലെ കോഴിക്കോടിന്റെ സാധ്യതകൾക്ക് ചുക്കാൻ പിടിച്ച് ഗ്രേറ്റർ മലബാർ ഇനീഷ്യേറ്റീവ്. നഗരത്തിൽ ഹോം സ്റ്റേ ഉൾപ്പെടെയുള്ള നൂതന സംരംഭങ്ങൾ ഒരുക്കാനാണ് പുതിയ പദ്ധതി. നൂതന പദ്ധതികൾ വികസന സ്വപ്നത്തിന് കരുത്തു പകരുമെന്ന് പ്രതീക്ഷിക്കാം. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ആശുപത്രി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്പിരിറ്റ് കഴിച്ച് 2 മരണം. കുന്നമംഗലം മലയമ്മ AKG കോളനിയിലാണ് സംഭവം. 4 പേർ ചികിത്സയിലാണ്. കോഴിക്കോടിന്റെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ പദ്ധതിയുമായി ഗ്രേറ്റർ മലബാർ ഇനീഷ്യേറ്റീവ്. ഹോം സ്റ്റേ ട്രെയിനിംഗ് പ്രോഗ്രാമിന് തുടക്കം. കേരള റിട്ടയർഡ് ടീച്ചേഴ്സ് കോൺഗ്രസ് 15ാം സംസ്ഥാന സമ്മേളനത്തിന് സമാപനം. പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്ന് ആവശ്യം ശക്തം. വിശദമായ വാർത്തകളിലേക്ക്. ആശുപത്രിയിൽ ശുചീകരണത്തിന് ഉപയോഗിക്കുന്ന ലായനി കുടിച്ച് 2 പേർ മരിച്ചു. കോഴിക്കോട് കുന്നമംഗലം മലയമ്മയിലാണ് മീഥൈൽ ആൽക്കഹോളിന്റെ അംശമുള്ള ലായനി മരണകാരണമായത്. കൂടെ ഉണ്ടായിരുന്നവർ ചികിത്സയിലാണ്. ആശുപത്രികളിൽ ശുചീകരണത്തിനായി ഉപയോഗിക്കുന്ന മീഥൈൽ ആൽക്കഹോളിന്റെ അംശമുള്ള ലായനി കഴിച്ച 2 പേരാണ് മരിച്ചത്. കുന്നമംഗലം മലയമ്മയിലാണ് മദ്യത്തിനൊപ്പം ഈ ലായനി ഇവർ കഴിച്ചത്. ചാത്തമംഗലം സ്വദേശികളായ ബാലൻ, സന്ദീപ് എന്നിവരാണ് മരിച്ചത്. ഇവർക്കൊപ്പം മദ്യപിച്ച ചെക്കുട്ടി, ഹരിദാസ്, തൊമ്മൻ, സുരേഷ് എന്നിവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മദ്യദുരന്തമല്ലെന്നും സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതായും ജില്ലാ കളക്ടർ UV ജോസ് മാധ്യമങ്ങളോട് പറഞ്ഞു. മെഡിസോളാണ് ഈ പറയുന്ന കുടിച്ചിരുന്നത്. മീഥൈൽ ആൽക്കഹോളാണ് അതിൻ്റെ കണ്ടന്റ്. അപ്പോൾ അത് ആൽക്കഹോളാണെങ്കിലും ആൽക്കഹോളിൻ്റെ ക്യാരക്ടർ ഉണ്ടെങ്കിലും അതിൻ്റെ കണ്ടന്റ് മീഥൈൽ ആൽക്കഹോളാണ്. അപ്പോൾ അതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വസ്തു. അത് കുടിക്കാൻ ഒന്നും ഉദ്ദേശിച്ചിട്ടുള്ള സംഗതിയല്ല. അപ്പോൾ ഇതെങ്ങനെയാണ് സന്ദീപ് എന്ന് പറയുന്ന അവിടുത്തെ സെക്യൂരിറ്റി നിൽക്കുന്നയാൾ ഇത് കൊണ്ടുപോയെന്നുള്ള സാഹചര്യം മനസ്സിലാവുന്നില്ല. പക്ഷേ ഞങ്ങളിപ്പോൾ കൂടുതൽ ഇത് നടക്കുമ്പോൾ മനസ്സിലാവുന്ന കുറച്ച് ദിവസമായിട്ട് ഇവർ ഇങ്ങനെ കുറേശ്ശൊക്കെ കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് തന്നെ അതൊരു സൗഹൃദത്തിന് പേരില്ല, അതൊരു ബിസിനസ്സായിട്ടൊന്നുമല്ല. ഇപ്പം അന്നേ ദിവസം ഇവരൊരു കിണർ വറ്റിച്ച് അതിനുശേഷം കയറി വന്നപ്പോൾ ഒരു കൂട്ടുകാരെല്ലാം കൂടെ ഇരുന്നതാണ്. 8 പേരാണ് ഇത് കഴിച്ചിട്ടുള്ളത്. അതിനകത്ത് 2 പേരാണ് മരിച്ചിട്ടുള്ളത്. ഒരാളുടെ നില വളരെ ഗുരുതരമാണ്. ബാലനും സന്ദീപുമാണ് മരിച്ചത്. 3ാമത്തെ ആൾ വളരെ ഗുരുതരമാണ്. ബാക്കിയുള്ളവർ 5 പേരുടെ കാര്യത്തിൽ അവർ സ്റ്റേബിളാണ്. ഇപ്പോൾ വേറെ പ്രശ്നമില്ല. അപ്പോൾ ഏതായാലും ഇത് ഒരു മദ്യദുരന്തമല്ല. പോലീസ് കേസ്, പോലീസാണ് അതിനകത്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. കുന്നമംഗലത്തിനടുത്ത് മലയമ്മയിൽ വ്യാഴാഴ്ച കിണർ നന്നാക്കുന്നതിനിടെ ഒരുമിച്ച് മദ്യം കഴിച്ചവരാണിവർ. ഇതിൽ ബാലൻ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ മരിച്ചു. സന്ദീപ് സ്വകാര്യ ആശുപത്രി ജീവനക്കാരനാണ്. ഇയാൾ കൊണ്ടുവന്ന ലായനി ഉപയോഗിച്ചതാവാം അപകട കാരണമെന്നാണ് കരുതുന്നത്. 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതോടെ പോലീസ് നടത്തിയ തിരച്ചിലിനിടയിലാണ് മറ്റുള്ളവരെയും അവശനിലയിൽ കണ്ടെത്തിയത്. ഇവരെ പോലീസാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. കേരള റിട്ടയർഡ് ടീച്ചേഴ്സ് കോൺഗ്രസ് 15ാം സംസ്ഥാന സമ്മേളനത്തിന് സമാപനമായി. ശിക്ഷക് സദനിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് K. രാധാകൃഷ്ണൻ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി G. സുന്ദരേശൻ നായർ രചിച്ച മരിക്കാൻ മനസ്സില്ലാതെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു. കേരള റിട്ടയർഡ് ടീച്ചേഴ്സ് കോൺഗ്രസ് 15ാം സംസ്ഥാന സമ്മേളനത്തിന് സമാപനമായി. പെൻഷൻ പോലുള്ള ആനുകൂല്യങ്ങളും സംഘടനാതല ചർച്ചകൾക്കും ശേഷമായിരുന്നു സമാപന സമ്മേളനം. സംസ്ഥാന പ്രസിഡന്റ് K. രാധാകൃഷ്ണൻ അധ്യക്ഷനായി. വർക്കിംഗ് പ്രസിഡന്റ് P. കോയക്കുട്ടി മാസ്റ്റർ, രക്ഷാധികാരി P. മൊയ്തീൻ മാസ്റ്റർ, കല്ലട NP പിള്ള, ജില്ലാ പ്രസിഡന്റ് M. ബാലകൃഷ്ണൻ, SA വാഹിദ് തുടങ്ങിയവർ സംബന്ധിച്ചു. കേന്ദ്ര കേരള സർക്കാരുകളുടെ നയങ്ങളിൽ യോഗം പ്രതിഷേധമറിയിച്ചു. ആനുകൂല്യങ്ങൾ പലതും തഴഞ്ഞാണ് കേന്ദ്ര നടപടി. റേഷൻ വിതരണത്തിലെ കേരള സർക്കാരിന്റെ നിസ്സംഗത, നേതൃത്വ മാറ്റങ്ങൾ തുടങ്ങിയവയും സമ്മേളനം ചർച്ചാ വിഷയമാക്കി. ഇപ്പോൾ നമുക്കറിയാം, റേഷൻ വിതരണത്തിൽ ഇത്രയും താറുമാറായിട്ടുണ്ടായ ഒരു വർഷം ഉണ്ടായിട്ടുണ്ടോ? 1 രൂപയ്ക്ക് അരി കൊടുത്തു ഈ കഴിഞ്ഞ UDF ഗവൺമെന്റ്. ഇപ്പോൾ എത്ര? 2-3 മാസക്കാലം
കൃത്യമായി റേഷൻ വിതരണം ഉണ്ടാകും. പ്രതിനിധി സമ്മേളനം DCC പ്രസിഡന്റ് T. സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. KRTC സംസ്ഥാന സെക്രട്ടറി G. സുന്ദരേശൻ നായർ രചിച്ച മരിക്കാൻ മനസ്സില്ലാതെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു. സൗഹൃദ സമാപന സമ്മേളനത്തിൽ നടന്ന സംസ്ഥാന ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പോടെ സമ്മേളനത്തിന് സമാപനമായി. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ DDE ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. CPI ജില്ലാ സെക്രട്ടറി TV ബാലൻ ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ജില്ലാതല പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കമായത്. അംഗീകാരമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുക, സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം പറ്റുന്നവർ മക്കളെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുക, ദേശീയ നൈപുണ്യ പദ്ധതി നടപ്പിലാക്കുന്നതിനാവശ്യമായ ചർച്ചകൾ ആരംഭിക്കുക, എല്ലാ പ്രൈമറി വിദ്യാലയങ്ങൾക്കൊപ്പവും പ്രീ പ്രൈമറി ആരംഭിക്കുക, പ്രീ പ്രൈമറി അധ്യാപകരുടെ സേവന വേതന ഘടന പുതുക്കി നിശ്ചയിക്കുക, ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നോൺ ടീച്ചിംഗ് സ്റ്റാഫിനെ നിയമിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങളാണ് സംഘടന ഉന്നയിക്കുന്നത്. സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം പറ്റുന്ന ഏതൊരു ജീവനക്കാരനും തൻ്റെ കുട്ടിയെ സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിപ്പിച്ച് സർക്കാരിനും പൊതുസമൂഹത്തിനും പിന്തുണ നൽകാനുള്ള ധാർമ്മിക ബാധ്യതയുണ്ട് എന്നാണ് AKSTU കരുതുന്നത്. കോഴിക്കോട് DDE ഓഫീസിന് മുൻപിൽ നടന്ന പ്രക്ഷോഭ പരിപാടികൾ CPI ജില്ലാ സെക്രട്ടറി TV ബാലൻ ഉദ്ഘാടനം ചെയ്തു. AKSTU ജില്ലാ പ്രസിഡന്റ് EK അജിത് അധ്യക്ഷം വഹിച്ചു. ജില്ലാ ട്രഷറർ T. സുഗതൻ, KK ഭാസ്കരൻ, AK സിദ്ധാർത്ഥൻ, K. സുധീന, C. ബിജു, NP അനിൽകുമാർ, അഷ്റഫ് കുരുവട്ടൂർ എന്നിവർ സംസാരിച്ചു. പുലിക്കയം എന്ന കൊച്ചുഗ്രാമം ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടുന്നു. ചാലിപ്പുഴയിലെ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് വിദേശ താരങ്ങളടക്കം കോടഞ്ചേരിയിൽ എത്തിയിട്ടുണ്ട്. ഇന്ത്യൻ വോളിബോൾ ടീം മുൻ ക്യാപ്റ്റൻ ടോം ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മലബാർ റിവർ ഫെസ്റ്റിനോടനുബന്ധിച്ച് സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന 5ാമത് രാജ്യാന്തര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് ആവേശോജ്വല പോരാട്ടങ്ങൾ. പുലിക്കയത്ത് ചാലിപ്പുഴയുടെ തീരത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ മുൻ ഇന്ത്യൻ വോളിബോൾ താരം ടോം ജോസഫ് തിരിതെളിച്ച് ഔദ്യോഗിക ഉദ്ഘാടനം ചെയ്തു. ഇന്നിവിടെ ആരംഭിക്കുന്ന ഈ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിലൂടെ, ഈ മലബാർ സ്പോർട്സ് അക്കാദമിയിലൂടെ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ കേരളത്തിനും വേണ്ടി ഒരുപാട് കായിക താരങ്ങൾ ഈ നാട്ടിൽ നിന്ന് വളർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജോർജൻ തോമസ് MLA അധ്യക്ഷനായിരുന്നു. ടൂറിസം വകുപ്പ് ഡയറക്ടർ P. ബാലകിരൺ, ജില്ലാ കളക്ടർ UV ജോസ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റീന മുണ്ടേങ്ങാട്ട്, ടൂറിസം ജോയിന്റ് ഡയറക്ടർ TN അനിതകുമാരി, കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വനജ, കോടഞ്ചേരി തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അന്നക്കുട്ടി ദേവസ്യ, PT അഗസ്റ്റിൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ VT ജോസഫ്, അന്നമ്മ മാത്യു തുടങ്ങിയവർ സംബന്ധിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി, DTPC സെക്രട്ടറി ബിനോയ് വേണുഗോപാൽ തുടങ്ങിയവരും സംബന്ധിച്ചു. ഇന്ത്യൻ താരങ്ങൾക്ക് പുറമെ അമേരിക്ക, ബ്രിട്ടൻ, ഇറ്റലി, അയർലൻഡ്, ന്യൂസിലാൻഡ്, നേപ്പാൾ, മോണ്ടിനെഗ്രോ, ഫ്രാൻസ്, ഓസ്ട്രിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങളും മേളയിലുണ്ട്. പുല്ലൂരാമ്പാറ മലബാർ സ്പോർട്സ് അക്കാദമിയുടെ കീഴിൽ പരിശീലനം നേടിയ കോടഞ്ചേരി സ്വദേശികളായ നിസ്തുൽ ജോസ്, കെവിൻ ഷാജി, നിതിൻ ദാസ് എന്നിവരും മത്സരങ്ങളിൽ പങ്കെടുത്തു. ഇന്നലെ നടന്ന ഫ്രീ സ്റ്റൈൽ കയാക്കിംഗിൽ പുരുഷ വിഭാഗത്തിൽ ജോസഫ് ജൂറി, കാലിം സ്ട്രോക്ക്, മാർക്ക ഹവേഴ്സ് എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ഗ്രേറ്റർ മലബാർ ഇനീഷ്യേറ്റീവിന്റെ നേതൃത്വത്തിൽ ഹോം സ്റ്റേ ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. GMI ഹാളിൽ നടന്ന പരിപാടി കളക്ടർ UV ജോസ് ഉദ്ഘാടനം ചെയ്തു. ഹോം സ്റ്റേകളുടെ കടന്നുവരവോടെ ടൂറിസം മേഖലയിൽ കോഴിക്കോടിന് പുതിയ ചരിത്രം രചിക്കാൻ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. മലബാറിന്റെ വികസന കുതിപ്പിന് ആക്കം കൂട്ടുന്ന ഗ്രേറ്റർ മലബാർ ഇനീഷ്യേറ്റീവാണ് ഹോം സ്റ്റേ ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. GMI ഹാളിൽ നടന്ന ചടങ്ങ് കളക്ടർ UV ജോസ് ഉദ്ഘാടനം ചെയ്തു. ഇതിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, നിങ്ങളുടെ അറിവുകളല്ല പലപ്പോഴും നിങ്ങൾ പ്രദാനം ചെയ്യേണ്ടത്. എന്താണ് വരുന്നയാളുടെ ആവശ്യം, അവരെന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് മുൻകൂട്ടി അറിഞ്ഞ് അവർക്ക് വേണ്ട കാര്യം ചെയ്യണം. GMI വൈസ് പ്രസിഡന്റ് AK നിഷാദ് അധ്യക്ഷനായിരുന്നു.
ജനറൽ സെക്രട്ടറി റോഷൻ കൈനാടി, SHI ഇന്റീരിയേഴ്സ് മാനേജിംഗ് പാർട്ണർ ആനന്ദമണി, മലബാർ പാലസ് ഡയറക്ടർ മാനുവൽ ഉതുപ്പ്, ജോഹർ ടാംടൺ തുടങ്ങിയവർ സംബന്ധിച്ചു. വയനാട് വൈൽഡ് ജനറൽ മാനേജർ P. സുബ്രഹ്മണ്യൻ, ആയിഷ മൻസിൽ CEO CP മൂസ, കബനി കമ്മ്യൂണിറ്റി ടൂറിസം ആൻഡ് സർവീസസ് ലിമിറ്റഡ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ സുമേഷ് മംഗലശ്ശേരി, TV ഡയറക്ടർ രഞ്ജിനി മേനോൻ, ഹരിവിഹാർ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ DM ശ്രീകുമാർ തുടങ്ങിയവർ ഹോം സ്റ്റേ വിജയകഥകൾ, നൂതന സംരംഭങ്ങൾ തുടങ്ങിയവ സംബന്ധിച്ച് ക്ലാസുകൾ നയിച്ചു. പുതിയ പദ്ധതിയിലൂടെ ടൂറിസം മേഖലയിൽ പുത്തൻ സാധ്യതകൾ തെളിയുമെന്നാണ് കണക്കുകൂട്ടൽ. വാർത്തകളിൽ ഒരു ഇടവേള. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. An ideal center for higher education. വൈജ്ഞാനിക മേഖലയിൽ 2 പതിറ്റാണ്ടിന്റെ നിറ സാന്നിധ്യം. അവർ കോളേജ് കുന്നമംഗലം. +1 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് റെഗുലർ ക്ലാസുകളിലേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ക്ലാസുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BA ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, സോഷ്യോളജി ആൻഡ് BCom കോഓപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ, MA എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി, ഡിഗ്രി സൺഡേ ബാച്ചസ്, സ്കൂൾ ഗോയിങ് ട്യൂഷൻ, ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം, +1 +2 അക്കൗണ്ടൻസി ട്യൂഷൻ ആൻഡ് +1 +2 സയൻസ് ട്യൂഷൻ വിത്ത് എൻട്രൻസ് കോച്ചിംഗ്. കലാരംഗത്തും കായികമേളയിലും നിറ സാന്നിധ്യം. റഫറൻസ് ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, ശാന്തമായ പഠനാന്തരീക്ഷം. അവർ കോളേജ് കോഓപ്പറേറ്റീവ് ബാങ്കിന് സമീപം കുന്നമംഗലം. ഫോൺ നമ്പർ 9846295251, 0495323136. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് 10,000 രൂപ നിക്ഷേപിക്കുമ്പോൾ 1 വർഷം കഴിഞ്ഞ് നിക്ഷേപമുള്ള കാലം വരെയും 5 ലക്ഷം രൂപ വരെയുള്ള ക്യാൻസർ ചികിത്സ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാൻസർ ആശുപത്രികളിൽ ഒന്നായ MVR ക്യാൻസർ സെന്റർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സൗജന്യമായി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9446383311. അതെ, നിങ്ങളല്ലേ എനിക്കിപ്പോഴും ഡ്രസ്സ് വാങ്ങിച്ചിരുന്നേ. ഇത്തവണ ഞാൻ വാങ്ങിച്ചുതരാം. പേടിക്കണ്ട, ഈ വർഷത്തെ ഏറ്റവും പുതിയ കളക്ഷനാ. നിങ്ങൾക്ക് മാത്രമല്ല, ഫുൾ ഫാമിലിക്കും ഉണ്ട്. 1 അല്ല 2 സെറ്റ് വീതം. കല്യാൺ സിൽക്സിന്റെ ആഡി സെയിൽ തുടങ്ങിയല്ലേ? ഇങ്ങനെ മനസ്സിലായി. പുതിയ കളക്ഷൻ, ഫുൾ ഫാമിലി, 2 സെറ്റ്. ഇതിൽ കൂടുതൽ എന്ത് ക്ലൂ വേണമടാ? കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ ഹൗസുകളിൽ ഇൻ ഹൗസ് ഡിസൈനർമാർ ഒരുക്കുന്ന കളക്ഷനുകളാണ് 50% വരെ വിലക്കുറവ് ആഡി സെയിലിനായി എത്തുന്നത്. കല്യാൺ സിൽക്സ് ആഡി സെയിൽ 2017 ഏറ്റവും പുതിയ കളക്ഷനുകൾ 10 മുതൽ 50% വരെ വിലക്കുറവിൽ. ഇപ്പൊ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം. ടൂറിസം, ട്രാവൽ, ഹോട്ടൽ, റിസോർട്ട്, കാറ്ററിംഗ് ഉൾപ്പെടുന്ന ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ഉന്നത ജോലിയും ഉയർന്ന ശമ്പളവും ഉറപ്പു നൽകുന്ന ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി കോഴ്സുകൾ. കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരമുള്ള സ്റ്റേറ്റ് കൗൺസിലിന്റെ ഫ്രാഞ്ചൈസിയായ ട്രാവൽ ആൻഡ് ടൂറിസം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് രാമനാട്ടുകരയിൽ ആരംഭിക്കുന്ന ആദ്യ ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു. പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് സൗകര്യമുള്ള കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0494244329 2729722. വാർത്തകൾ തുടരുന്നു. ഫാർമേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ഉത്തരമേഖലാ നേതൃത്വ സംഗമം AVG മെമ്മോറിയൽ ഹാളിൽ നടന്നു. MLA പുരുഷൻ കടലുണ്ടി ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരു കർഷക സംഘടന എന്ന ആശയം മുൻനിർത്തിയാണ് ഫാർമേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത്. കൃഷിക്ക് മാന്യത, കർഷകന് പരിരക്ഷ എന്ന മുദ്രാവാക്യവുമായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയുടെ ഉത്തരമേഖലാ നേതൃത്വ സംഗമം ചെറുട്ടി റോഡിലെ AVG മെമ്മോറിയൽ ഹാളിൽ നടന്നു. MLA പുരുഷൻ കടലുണ്ടി ഉദ്ഘാടനം നിർവഹിച്ചു. മനുഷ്യത്വപൂർണമായ ജീവിതം നയിക്കാൻ ഒരു നല്ല കാർഷിക സംസ്കാരം അനിവാര്യമാണെന്ന് MLA ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. KM സുരേഷ് ബാബു അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ സംസ്ഥാന സർക്കാരിന്റെ കിസാൻ ക്ഷേമ പുരസ്കാരത്തിന് അർഹനായ ശ്രീകുമാറിന് പുരുഷൻ കടലുണ്ടി സ്നേഹോപഹാരം സമർപ്പിച്ചു. മുൻ MLA MK പ്രേമനാഥ് അംഗത്വ കാർഡ് വിതരണം ചെയ്തു. കോഴിക്കോട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഷീല S പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തു. അഗ്രികൾച്ചർ ഓഫീസർ അഞ്ജു R, കൃഷി ഓഫീസർ A ഇസ്മായിൽ, വിവിധ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു. തൊഴിൽ പാർപ്പിട മേഖലകളിൽ പ്രവാസികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ ഗൌരവമായി കാണണമെന്നും അടിയന്തര പരിഗണന നൽകണമെന്നും വിസ്ഡം ഗ്ലോബൽ ഇസ്ലാഹി മീറ്റ് ആവശ്യപ്പെട്ടു. ഹോട്ടൽ സ്പാനിൽ നടന്ന പ്രവാസി സംഗമം പ്രൊഫസർ ഡോക്ടർ യാസർ ബിൻ ഉദ്ഘാടനം ചെയ്തു.
ഗൾഫ് മേഖല ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ പ്രവാസികൾ തൊഴിൽ പാർപ്പിട മേഖലകളിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ സർക്കാർ ഗൗരവമായി കാണുകയും അടിയന്തര പരിഗണന നൽകണമെന്നും കോഴിക്കോട് സംഘടിപ്പിച്ച വിസ്റ്റൺ ഗ്ലോബൽ ഇസ്ലാഹി മീറ്റ് ആവശ്യപ്പെട്ടു. അധികാരത്തിന്റെ മറവിൽ പുതുതലമുറയിൽ വർഗീയത സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ രാജ്യത്ത് നടക്കുന്നത്. രാജ്യം മതേതരത്വ ജനാധിപത്യ മൂല്യങ്ങൾ മുറുകെ പിടിച്ചതുകൊണ്ടാണ് ലോകത്തിനു മുമ്പിൽ ഇന്ത്യ അത്ഭുതമായി നിലനിൽക്കുന്നതിന്റെ കാരണമെന്നും സംഗമം കൂട്ടിച്ചേർത്തു. സൗദി അറേബ്യയിലെ മദീന തൊയ്ബ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ യാസിർ ബിൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. MK രാഘവൻ MP മുഖ്യാതിഥിയായിരുന്നു. വിസ്റ്റൺ ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ ജനറൽ സെക്രട്ടറി TK അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. UAE ഇസ്ലാഹി സെന്റർ പ്രസിഡന്റ് ഹുസൈൻ സലഫി, വിസ്റ്റൺ ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ വൈസ് പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ, അബൂബക്കർ സലഫി, ജാമിയ അൽ ഹിന്ദ് ഡയറക്ടർ ഫൈസൽ മൗലവി, നാസർ ബാലുശ്ശേരി, പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, CP സലീം, സ്വാദിഖ് മദീനി, ഫദ്ലുൽ ഹഖ് ഉമരി, അബ്ദുൽ മാലിക് സലഫി, നബീൽ രണ്ടത്താണി, ISM സംസ്ഥാന ജനറൽ സെക്രട്ടറി K സജാദ്, സെക്രട്ടറി താജുദ്ദീൻ സ്വലാഹി, MSM സംസ്ഥാന ജനറൽ സെക്രട്ടറി ലുബൈബ് എന്നിവർ പ്രസംഗിച്ചു. സംഗമത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായുള്ള ക്ലാസുകളും കലാപരിപാടികളും നടന്നു. വയനാട് ചുരത്തിൽ റോപ്പ് വേ സംവിധാനം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് സാധ്യതാ പഠനത്തിന് ഒരുങ്ങുകയാണ് വയനാട് ചേംബർ ഓഫ് കൊമേഴ്സ്. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ കളക്ടർ UV ജോസ് ചേംബർ ഭാരവാഹികളുമായി ചർച്ച നടത്തി. ലക്കിടി മുതൽ അടിവാരം വരെ വയനാട് ചുരത്തിൽ റോപ്പ് വേ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിയുടെ സാധ്യതാ പഠനം നടത്താൻ തയ്യാറായി വയനാട് ചേംബർ ഓഫ് കൊമേഴ്സ്. കോഴിക്കോട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ പദ്ധതിക്കായി സർവേ നടത്താൻ വനം വകുപ്പിന്റെ അനുമതി ലഭിച്ച പശ്ചാത്തലത്തിൽ കോഴിക്കോട് കളക്ടർ UV ജോസുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. പദ്ധതിയുടെ സർവേ നടത്താനും DPR തയ്യാറാക്കാനുമെല്ലാം ചേംബർ പണം മുടക്കും. റോപ്പ് വേ സ്ഥാപിക്കാൻ എത്രത്തോളം സ്വകാര്യ ഭൂമി ഏറ്റെടുക്കേണ്ടി വരും, വനം വകുപ്പിന്റെ ഭൂമി എത്ര വേണ്ടിവരും തുടങ്ങിയ കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടായിരിക്കും പദ്ധതി ഏതു മാതൃകയിൽ നടപ്പാക്കണമെന്ന് തീരുമാനിക്കുന്നത്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ നടപ്പാക്കാനാണ് ആലോചിക്കുന്നത്. റോപ്പ് വേയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ കളക്ടറും സംഘവും സന്ദർശനം നടത്തി. കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ജനറൽ മാനേജർ A ഉണ്ണികൃഷ്ണൻ, ടൂറിസം വകുപ്പ് ജോയിന്റ് ഡയറക്ടർ CN അനിതകുമാരി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ VD ജോസഫ്, അന്നമ്മ മാത്യു, വയനാട് ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി EP മോഹൻദാസ്, ട്രഷറർ മാത്യു കരിക്കേടം എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ICA ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പ്യൂട്ടർ അക്കൌണ്ടൻസും വിസ്മയം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് മീഡിയയും സംയുക്തമായി വിവിധ കോളേജിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായി GST ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. വിസ്മയം കോളേജ് മാനേജിംഗ് ഡയറക്ടർ P രാമകൃഷ്ണൻ, പ്രിൻസിപ്പൽ നിഷ റാം തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് അക്കൌണ്ട്സും വിസ്മയം കോളേജ് ഓഫ് ആർട്ട് ആൻഡ് മീഡിയയും സംയുക്തമായി വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായി GST ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. പാവമണി റോഡിലെ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാറിൽ 500-ൽ പരം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. GSTയും തൊഴിൽ സാധ്യതകളും എന്ന വിഷയത്തെ ആസ്പദമാക്കി വിവിധ GST എക്സ്പെർട്ടുകൾ സംസാരിച്ചു. ചടങ്ങിൽ വിസ്മയം പ്രിൻസിപ്പൽ നിഷ റാം അധ്യക്ഷം വഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ P രാമകൃഷ്ണൻ, സുരേഷ് കുമാർ, ലിയോ സക്രിയ എന്നിവർ സംസാരിച്ചു. ICA കാലിക്കറ്റ് ഫാക്കൽറ്റി ജിൻഡോ സെബാസ്റ്റ്യൻ സെമിനാറിൽ വിഷയത്തെ അധികരിച്ച് സംസാരിച്ചു. കൃഷി വകുപ്പിന്റെ ഓണത്തിന് ഒരു മുറം പച്ചക്കറി വിത്ത് പദ്ധതിക്ക് ബേപ്പൂർ ഗവൺമെന്റ് LP സ്കൂളിൽ തുടക്കം. ബേപ്പൂർ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ TA ബീന ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിലൂടെ കാർഷിക സംസ്കാരം തിരിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ ബേപ്പൂർ ഗവൺമെന്റ് LP സ്കൂളിൽ സീഡ് ക്ലബിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ക്ലബ് അംഗങ്ങളായ വിദ്യാർത്ഥികൾക്ക് കൃഷി വകുപ്പിന്റെ ഓണത്തിന് ഒരു മുറം പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ നൽകിക്കൊണ്ട് ബേപ്പൂർ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ TA ബീന ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് ജിതേഷ് അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ കൃഷി വകുപ്പ് സീനിയർ അസിസ്റ്റന്റ് MP ഷീജ, ഗോഷിത്, TP മനോജ്, TP രാമചന്ദ്രൻ, P ഷിൻഡ, PV അംബികാദേവി, രമ്യ PK എന്നിവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur, Bobby Chemanur International Jewelers. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് 10,000 രൂപ നിക്ഷേപിക്കുമ്പോൾ ഒരു വർഷം കഴിഞ്ഞ് നിക്ഷേപമുള്ള കാലം വരെയും
5 ലക്ഷം രൂപ വരെയുള്ള ക്യാൻസർ ചികിത്സ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാൻസർ ആശുപത്രികളിൽ ഒന്നായ MVR ക്യാൻസർ സെന്റർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സൗജന്യമായി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9446383311. An ideal center for higher education. വൈജ്ഞാനിക മേഖലയിൽ 2 പതിറ്റാണ്ടിന്റെ നിറസാന്നിധ്യം. അവർ കോളേജ് കുന്നമംഗലം. +1 കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് റെഗുലർ ക്ലാസുകളിലേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ക്ലാസുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BA ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, സോഷ്യോളജി ആൻഡ് BCom കോഓപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ, MA എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി, ഡിഗ്രി സൺഡേ ബാച്ചസ്, സ്കൂൾ ഗോയിങ് ട്യൂഷൻ, ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം, +1 +2 അക്കൗണ്ടൻസി ട്യൂഷൻ ആൻഡ് +1 +2 സയൻസ് ട്യൂഷൻ വിത്ത് എൻട്രൻസ് കോച്ചിങ്. കലാരംഗത്തും കായികമേളയിലും നിറ സാന്നിധ്യം. റഫറൻസ് ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, ശാന്തമായ പഠനാന്തരീക്ഷം. അവർ കോളേജ് കോഓപ്പറേറ്റീവ് ബാങ്കിന് സമീപം കുന്നമംഗലം. ഫോൺ നമ്പർ 9846295251, 0495323136. കല്യാണത്തിന്റെ സ്റ്റേജ് ഡെക്കോർ ഈ പെയിന്റിംഗ് പോലെ ചെയ്താ എത്ര നന്നായിരിക്കും അല്ലേ? വെഡിംഗ് പ്ലാനർ അത് ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആൻഡ് വി ഓൾ ലൈക്ഡ് ഇറ്റ്. ഏയ്, എന്റെ ഒരു പിക്ചറെങ്കിലും എക്സാക്ട്ലി മുന്താസിനെ പോലെ വേണം. വി ഓൾറെഡി ഹാവ് എ പ്ലാൻ. അമ്മേ, കല്യാണത്തിന് ഇടാണ്ട ഇതുപോലത്തെ ജ്വല്ലറി നന്നാവും. കല്യാണത്തിന് വേണ്ട എല്ലാ ജ്വല്ലറിയും മീനാൻഡി ഓൾറെഡി വാങ്ങിയിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് റിയലി വെരി നൈസ്. അതല്ല, ഇതാ. Royal weddings for every Indian bride. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. ടൗൺ ഹാളിനും ആർട്ട് ഗാലറിക്കും ഇടയിൽ മതിൽ കെട്ടുന്നതിനെതിരെ കലാ സാംസ്കാരിക പ്രവർത്തകരുടെ പ്രതിഷേധ കൂട്ടായ്മ അനിൽകുമാർ തെരുവോത്ത് ഉദ്ഘാടനം ചെയ്തു. ടൗൺ ഹാളിനും ആർട്ട് ഗാലറിക്കുമിടയിൽ മതിൽ വേണ്ട എന്നാവശ്യപ്പെട്ട് നഗരത്തിലെ സാംസ്കാരിക പ്രവർത്തകരും കലാകാരന്മാരും പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പ്രസംഗങ്ങളും ഗാനാലാപനവുമായിട്ടായിരുന്നു പ്രതിഷേധം. കോർപ്പറേഷൻ ഭരണാധികാരികളുമായി നഗരത്തിലെ സാംസ്കാരിക പ്രവർത്തകർ നടത്തിയ ചർച്ചയിലുണ്ടായ ധാരണ ലംഘിച്ച് ഏകപക്ഷീയമായി നിർമ്മാണ പ്രവൃത്തി നടത്തുന്നതിനെതിരെയാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. നഗരം സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണെങ്കിലും വലിയ രീതിയിലുള്ള സാംസ്കാരിക ഇടങ്ങൾ കുറവായ ഇവിടെ ആകെയുള്ളത് ടൗൺ ഹാളും തൊട്ടടുത്ത ആർട്ട് ഗാലറിയും ചേർന്ന ചെറിയൊരു പ്രദേശമാണ് ും ഇതിനെ മതിൽ കെട്ടി വേർതിരിക്കരുതെന്നും പ്രതിഷേധ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. എല്ലാ മതിലുകളും തകർക്കപ്പെടുന്ന വിശാലമായ ആകാശമാണ് ഇടതുപക്ഷത്തിന്റെ സ്വപ്നമെന്നിരിക്കെ സാംസ്കാരിക ഇടങ്ങളെ തങ്ങളുടെ സ്വകാര്യ സ്വത്ത് ചുമരുകൾക്കുള്ളിൽ ഒളിപ്പിച്ച് സുരക്ഷിതമാക്കുന്നതുപോലെ വിഘടിപ്പിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ കോർപ്പറേഷൻ നടത്തുന്നത് വേദനാജനകവും പ്രതിഷേധാർഹവുമാണെന്ന് സാംസ്കാരിക പ്രവർത്തകരുടെ പ്രതിഷേധ കൂട്ടായ്മ അഭിപ്രായപ്പെട്ടു. സന്തോഷ് പാലക്കട അധ്യക്ഷനായിരുന്നു. അനിൽകുമാർ തിരുവോത്ത്, കരുണാകരൻ പറമ്പിൽ, ഗിരീഷ് PC പാലം, CM കേശവൻ, സുനിൽ അശോകപുരം, സുഭാഷ് ചന്ദ്രബോസ്, RV ദീപക് തുടങ്ങിയവർ പ്രതിഷേധ കൂട്ടായ്മയിൽ അണിനിരന്നു. കേരള റിട്ടയർഡ് ടീച്ചേഴ്സ് കോൺഗ്രസ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ജനാധിപത്യ മതേതരത്വം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. എഴുത്തുകാരൻ UK കുമാരൻ മുഖ്യപ്രഭാഷണം നടത്തി. വികസനത്തെക്കാൾ കൂടുതൽ വിവാദങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നതെന്നും കേരളത്തിലെ ജനത്തിന് ദുരിതമല്ലാതെ മറ്റൊന്നും ഇപ്പോഴത്തെ സർക്കാർ നൽകുന്നില്ലെന്നും K മുരളീധരൻ MLA കുറ്റപ്പെടുത്തി. കേരള റിട്ടയർഡ് ടീച്ചേഴ്സ് കോൺഗ്രസ് 15ാം വാർഷിക സംസ്ഥാന സമ്മേളനം ശിക്ഷക് സദനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യ മതേതരത്വം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ എഴുത്തുകാരൻ UK കുമാരൻ മുഖ്യപ്രഭാഷണം നടത്തി. ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് ഞാനും നിങ്ങളും ഒക്കെ വിശ്വസിക്കുന്നത് നമ്മുടെ ജനാധിപത്യവും തന്നെയാണ്. അത് മറ്റൊരു നാടിനില്ലാത്ത രീതിയിലുള്ള ചരിത്രപരമായ അടിത്തറയും അതിന്റെ പാരമ്പര്യമൊക്കെ തന്നെ അതിലുണ്ട്. പക്ഷേ അത്തരമുള്ളൊരു അടിത്തറയും പാരമ്പര്യമൊക്കെ തന്നെ നിർവീര്യമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് K രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. കല്ലട NK പിള്ള, PM സുരേഷ് ബാബു, K പ്രവീൺകുമാർ, T മാർട്ടിൻ, പാറക്കുന്നിൽ സുധാകരൻ, അലവിക്കുട്ടി കാട്ടുങ്ങൽ, നീലകണ്ഠൻ നമ്പൂതിരി, പ്രസന്നകുമാരി, രവീന്ദ്രനാഥൻ പിള്ള തുടങ്ങിയവർ സംബന്ധിച്ചു. കോർപ്പറേഷൻ കുടുംബശ്രീ CDS ഓണാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന മെഗാ സംരംഭക മേള വൈഭവ് 2017ന്റെ വെബ്സൈറ്റും ലോഗോയും പ്രകാശനം ചെയ്തു. സ്വാഗത സംഘം ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ മേയർ തോട്ടത്തിൽ രവീന്ദ്രനും കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും പ്രകാശനം നിർവഹിച്ചു.
കോഴിക്കോട് കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന വൈഭവ് 2017 സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഒപ്പം വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നടത്തി. സ്വാഗത സംഘം ഓഫീസിന്റെയും വെബ്സൈറ്റിന്റെയും ഉദ്ഘാടനം മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിച്ചു. നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കണക്കെടുക്കേണ്ടതാണ്. ഈ വെബ്സൈറ്റ് ഉണ്ടായാലുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ എവിടെയുള്ള ആളുകൾക്കും നമ്മളിപ്പോൾ ഒരു മെഗാ പരിപാടിയായിട്ടാണല്ലോ നമ്മളിതിനെ കാണുന്നത്. ലോഗോ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, കോർപ്പറേഷൻ സെക്രട്ടറി ജോഷി മൃണ്മയ് ശശാങ്കരി നൽകി പ്രകാശനം ചെയ്തു. ഒരു സൗന്ദര്യാസ്വാദനം പോലും സ്വാർത്ഥത്തിലേക്ക് കൊണ്ടുവരും. എന്തിനേയും സ്വാർത്ഥത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ കാലത്ത് നിസ്വാർത്ഥരായ കുറെ മനുഷ്യരുടെ നന്മയായ ഈ കുടുംബശ്രീയുടെ പ്രവർത്തനത്തിന് എല്ലാ ആശംസയും എന്റെ സ്നേഹവും. കോർപ്പറേഷൻ കുടുംബശ്രീ CDS ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് വൈഭവ് 2017 സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ കുടുംബശ്രീ സംരംഭകരെയും പങ്കെടുപ്പിച്ചുള്ള മെഗാ സംരംഭക മേള ഓഗസ്റ്റ് 24 മുതൽ സെപ്റ്റംബർ 2 വരെ സ്വപ്നനഗരിയിലാണ് നടക്കുന്നത്. കോർപ്പറേഷൻ കുടുംബശ്രീ ഹാളിൽ നടന്ന പരിപാടിയിൽ ഡെപ്യൂട്ടി മേയർ മീര ദർശക് അധ്യക്ഷം വഹിച്ചു. P. ഗിരീഷ് കുമാർ, T. വിനീത, ഫൗസിയ മുബഷീർ, R. ജയന്ത്കുമാർ, പ്രമീള ദേവദാസ്, MV റംസി ഇസ്മായിൽ, PP ഷീജ എന്നിവർ സംസാരിച്ചു. പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവും CITU കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുമായിരുന്ന T. ബാലൻ നായരുടെ 1ാം ചരമദിനം ജില്ലയിൽ വിപുലമായി ആചരിച്ചു. ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന അനുസ്മരണ പരിപാടി CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോർജ് ആന്റണി ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവും CITU കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയും മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ CITU ജനറൽ സെക്രട്ടറിയും CITU സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന T. ബാലൻ നായരുടെ 1ാം ചരമദിനം ജില്ലയിൽ വിപുലമായി ആചരിച്ചു. കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോർജ് ആന്റണി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് VP കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. A. പ്രദീപ് കുമാർ MLA, PK മുകുന്ദൻ, T. ദാസൻ, PK പ്രേമനാഥ്, CP സുലൈമാൻ, KK മമ്മു എന്നിവർ പങ്കെടുത്തു. രാവിലെ ബാലൻ നായരുടെ ജന്മനാടായ താമരശ്ശേരിയിൽ CITU ഏരിയ കമ്മിറ്റിയും മോട്ടോർ യൂണിയനും സംയുക്തമായി രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ നടത്തിയ അനുസ്മരണ പരിപാടി CITU ജില്ലാ ജനറൽ സെക്രട്ടറി PK മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. കാരാട്ട് റസാഖ് MLA, PK ഗോപാലൻ, PK പ്രേമനാഥ്, KK മമ്മു എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ 12 ഏരിയകളിലെ 600-ൽ പരം സെക്ഷനിൽ കാലത്ത് പതാക ഉയർത്തലും അനുസ്മരണ പരിപാടികളും നടന്നിരുന്നു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആശുപത്രി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്പിരിറ്റ് കഴിച്ച് 2 മരണം. കുന്നമംഗലം മലയമ്മ AKG കോളനിയിലാണ് സംഭവം. 4 പേർ ചികിത്സയിലാണ്. കോഴിക്കോടിന്റെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ പദ്ധതിയുമായി ഗ്രേറ്റർ മലബാർ ഇനീഷ്യേറ്റീവ്. ഹോം സ്റ്റേ ട്രെയിനിംഗ് പ്രോഗ്രാമിന് തുടക്കം. കേരള റിട്ടയർഡ് ടീച്ചേഴ്സ് കോൺഗ്രസ് 15ാം സംസ്ഥാന സമ്മേളനത്തിന് സമാപനം. പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്ന് ആവശ്യം ശക്തം. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.